എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു ബൈക്കിന്റെ റിവ്യൂ അങ്ങനത്തെ ഒരു പരിപാടിയില്ല, കാണാലോ കവാസാക്കി. അതേ കേസ് അങ്ങനെ ഫൈനലി നമ്മുടെ ട്രിവാൻഡ്രത്തിന്റെ ഫസ്റ്റ് എവർ കവാസാക്കി ഷോറൂം വന്നിട്ടുണ്ട്. നമ്മുടെ ഉള്ളൂരുണ്ടല്ലോ, അതിന്റെ തൊട്ടടുത്താണ് വന്നത്. അപ്പം ഞാൻ അതിന്റെ ഒരു ഇന്നാഗ്രേഷൻ പരിപാടിയായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അതാണ് ഇവിടെ ചെണ്ടമേളൊക്കെ ഉള്ളത്. നമുക്ക് എന്തായാലും ഷോറൂമിലോട്ട് കയറുന്നതിന് മുന്നേ ഇവിടെ ചുറ്റും ഒന്ന് നോക്കാൻ കേട്ടോ എന്തൊക്കെയാണുള്ളത്. ഫസ്റ്റ് എൻട്രി തരാൻ തന്നെ ഒരു 10R, ഒരു H2ന്റെ SX ഉണ്ട്. ഇവിടെ 6R ഉണ്ട്. നമുക്ക് ആദ്യം പാർക്കിംഗ് ലോട്ടിലോട്ടൊന്ന് പോയിട്ട് ഷോറൂമിലോട്ട് കയറാൻ കേട്ടോ. ഷോറൂമിന്റെ എൻട്രിയെക്കാട്ടി തിരക്ക് ഇതിന്റെ പാർക്കിംഗ് ലോട്ടിലാണ്. കാരണം അതിന് മാത്രം മുതൽ നമ്മുടെ പാർക്കിംഗ് ലോട്ട് തന്നെയാണ് ഉള്ളത് കേട്ടോ. നമുക്ക് എന്തായാലും ഈ തിരക്കിന്റെ ഇടയിൽ കൂടെ തന്നെ കയറുമ്പോൾ തന്നെ ഫ്രണ്ടിലിരിക്കുന്ന മുതൽ കണ്ടോക്കാട്ട് BMW M1000R. എൻ്റെ മോനെ കാർബൺ ഫൈബറിൽ കുളിച്ചിരിക്കുന്ന മുതൽ. എന്തായാലും ഇതിനെ നോക്കാം, നമുക്ക് അകത്തോട്ട് ഒരു റൗണ്ട് നോക്കിയിട്ട് വന്ന് നോക്കാം. യമഹയുടെ R1 ഇരിപ്പുണ്ട്. വീണ്ടും അടുത്ത R1. എൻ്റെ മോനെ ഇത് ലൈക്ക് പാരഡൈസ്, ബൈക്കേഴ്സ് പാരഡൈസ്. BMW M1000R ഇരിപ്പുണ്ട്. യമഹയുടെ R3 മൈ ഫേവറേറ്റ്. ഒരു 300cc വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. പിന്നെ BMW S1000RR ഉണ്ട്. S1000RR ഒരു രക്ഷയില്ല കേട്ടോ. കുറേ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ലൈക്ക് കുറേ മോഡൽ പാർട്സൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. ദ മാൻ വിത്ത് ദ R1. ഓക്കെ. ദ മാൻ വിത്ത് ദ R1. ഓക്കെ, അറിയാം. ഗ്രേറ്റ് ബൈക്ക് ഡ്യൂഡ്. എല്ലാ ഏരിയയിലും കാർബൺ ഫൈബർ. ഒരു രക്ഷയില്ല കേട്ടോ. S1000RR ഇതിൻ്റെ പാർക്കിംഗ് ലോട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞാൻ ഹെൽമെറ്റിൻ്റെ വൈസറൂടെ ഒന്ന് ഓപ്പൺ ചെയ്യാം. Come on. Oh my god. Oh, goosebumps bro. ആ പ്യോർ ഇൻലൈൻ 4 എഞ്ചിൻ്റെ ആ സൗണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ചെറുതായിട്ട് ത്രോട്ടിൽ വാമപ്പായെങ്കിൽ മതി. ഇന്നത്തേക്കുള്ള ആയിട്ടുണ്ട്. നമുക്ക് ബാക്കി കാര്യങ്ങളൂടെ നോക്കാം. നമ്മുടെ കാർബൺ ഫൈബറിൽ കുളിച്ച് നിൽക്കുന്ന നമ്മുടെ BMW M1000RR ഒന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. കാരണം ഇതെപ്പോൾ വേണം പോകാം. അങ്ങനത്തെ ഒരു മുതലാണ് ഈ BMWയുടെ M1000RR. എൻ്റെ മോനെ, ലൈക്ക് എനിക്ക് ഇവിടെ തന്നെ നിന്ന് വേണമെങ്കിൽ 1-2 മണിക്കൂർ ഇങ്ങനെ ബൈക്കിൻ്റെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു മുതലാണ് ഗൈസ് ഇന്നെൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നത്. ഇത് ഏതാ മുതൽ? ലൈക്ക് അതിൻ്റെ വിങ്സ്, ലൈക്ക് ബ്രേക്ക് ഡക്റ്റൊക്കെ വരുന്നുണ്ടില്ലേ, ലൈക്ക് കൂളിംഗ് ഡക്റ്റ്. ഒരു രക്ഷയില്ല കേട്ടോ. ഓ മൈ ഗോഡ്, ഏതാ മുതൽ? ലൈക്ക് യൂസറിൻ്റെ ഓണറിൻ്റെ ഒരു പെർമിഷനില്ലാതെ തൊടയും പോലും ചെയ്യരുത് ഇങ്ങനത്തെ ബൈക്സ് ഒന്നും. ക്വിക്ക് ഷിഫ്റ്റ്. ഓ മൈ ഗോഡ്, ഒരു രക്ഷ. ഒരു ടയർ എത്ര? 200 പ്രൊഫൈലാണോ? ഐ തിങ്ക് 200 പ്രൊഫൈൽ ആവണം ഇത്ര വലിയൊരു ടയർ. ആക്രാപോവിൻ്റെ എക്സോസ്റ്റ്. ഒരു 6R അല്ല 650 അല്ലേ? 650 ആണ്. കംപ്ലീറ്റ്ലി മോൺസ്റ്റർ എനർജിയിലെ ആ സ്റ്റിക്കേഴ്സിലും കുളിച്ച് വരുവാണല്ലോ. കൊള്ളാം കേട്ടോ. നമുക്ക് എന്തായാലും ഇനി ഷോറൂമിൻ്റെ അകത്തുള്ള വിസിറ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. എന്തായാലും ബൈക്കേഴ്സ് ഒന്നും ഇത്ര പെട്ടെന്ന് പോകത്തില്ല കേട്ടോ. നമുക്ക് എന്തായാലും ഷോറൂം വിസിറ്റ് ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഷോറൂമിനകത്ത് ഏതൊക്കെ ബൈക്സാണുള്ളത്? നമുക്ക് എൻട്രി തന്നെ Ninja 300 ഇരിപ്പുണ്ട്. പിന്നെ കവാസാക്കി Z650RS. ഇതിനെ ഫസ്റ്റ് ടൈമാണ്, നമുക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു റേ ബൈക്കാണ് കേട്ടോ കവാസാക്കിയുടെ Z650RS. പിന്നെ വേറെ 300 500 ആണല്ലോ. ഓക്കെ, ഇനാഗ്രേഷനെ കഴിഞ്ഞ് നമ്മൾ ഭയങ്കര ലേറ്റ് ആയതുകൊണ്ട് അതൊക്കെ മിസ്സാക്കിയിട്ടുണ്ട്. പിന്നെ Ninja 6R ഇരിപ്പുണ്ട്. വേഴ്സസ് 1000 അല്ലേ ഇത്? 1100, ഒരു 100cc കൂടിയായിരുന്നു. ഓക്കെ, ഇത് വേഴ്സസ് X300. കൊള്ളാമല്ലോ.
എന്തായാലും മുകളിലോട്ട് ഒന്ന് കയറാം. KLX 230 ഒക്കെ മുകളിൽ ഇരിപ്പുണ്ടായിരുന്നു. താഴെ നോക്കാമെന്ന് വിചാരിച്ചു. അതോടെ ഒന്ന് കവർ ചെയ്തിട്ട് മിക്കവാറും വീണ്ടും ഞാൻ താഴെ തന്നെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, ഇതാണ് സർവീസ് സെൻറ്റർ കേട്ടോ. 2nd ഫ്ലോറാണ് സർവീസ് സെൻറ്റർ വരുന്നത്. ഇവിടെ കസ്റ്റമർ ലോഞ്ച് മാനേജറിൻ്റെ ഒക്കെ പൊസിഷൻ ഇവിടെയാണ് വരുന്നത്. എൻജിൻ റൂം കൊള്ളാമല്ലോ. അറ്റ് എ ടൈപ്പ് കറൻലി 3 ബൈക്സാണ് ഇവിടെ സർവീസ് ചെയ്യാൻ സാധിക്കുന്നത്. 3 പെഡാക്കി ഇരിക്കുന്നുണ്ട്. ഐ മീൻ റാമ്പ് അല്ലേ ഇതിൻ്റെ പേര്. 3 റാമ്പ് ഇരിപ്പുണ്ട്. ഞാൻ KLX ഫസ്റ്റ് ടൈമാണ് കാണുന്നത് നേരിട്ട് കേട്ടോ. കൊള്ളാം. സീറ്റ് ഹൈറ്റൊക്കെ ഇമ്മൻസ് സീറ്റ് ഹൈറ്റാണ്. നമുക്കെന്തായാലും അതിലോട്ട് നോക്കാം. കൊള്ളാലോ. ബാക്കിലോ ഫുഡൊക്കെ ഉണ്ട്. കൊള്ളാം. ഇപ്പോൾ പ്രൈസിന് ലൈക്ക് 1 lakh സംതിങ് ഡിസ്കൗണ്ട്, ഐ മീൻ പ്രൈസ് കട്ട് വന്നായിരുന്നു. പിന്നെ നമുക്ക് GSTയുടെ ഒരു റിഡക്ഷനും കൂടെ വന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുറച്ചൊരു പ്രൈസ് റിഡക്ഷൻ തന്നെ വന്നിട്ടുണ്ട് നമുക്ക് KLX 230 ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരാണെങ്കിൽ വേണമെങ്കിൽ ഒരു റൗണ്ട് നോക്കാം. ചെറിയൊരു മീറ്റർ കൺസോൾ, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ABS ബട്ടൺ. ഓക്കെ, 6R ദ പ്യുവർ നിഞ്ച ട്രാക്ക് ബ്രീഡ്. ഓഫ്, രക്ഷയില്ല കേട്ടോ. ലോവോ ക്ലിപ്പ് ഓൺസൊക്കെ നിഞ്ച 300 2 കളറും ഉണ്ട്. പക്ഷെ കണ്ടോ, ഇതൊക്കെയാണ് അപ്ഡേഷൻ വരാത്തത്. നിഞ്ച 300 ഇപ്പോഴും USD വന്നിട്ടില്ല. മേ ബി അടുത്തൊരു അപ്ഡേഷൻസിലെങ്കിലും അതൊക്കെ കൊണ്ടുവന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 300 സീരീസ് അല്ലേ, അപ്പോൾ GSTയുടെ പ്രൈസിങ്ങിലൊക്കെ വീണ്ടും സെയിൽസൊക്കെ വരുന്നതായിരിക്കും. ഓക്കെ, ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളിലേക്ക് ജോബൊക്കെ കഴിഞ്ഞ്. നമ്മളും കുറച്ച് ലേറ്റായി, കുഴപ്പമില്ല. എന്തായാലും വന്ന് കാണാൻ സാധിച്ചല്ലോ. ഫസ്റ്റ് ഡേ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഫസ്റ്റ് ഷോറൂം. ഓക്കെ, ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് നേരിട്ട് കാണുന്നത്. ZX 4R. ഇത് ഇൻലൈൻ 4 എഞ്ചിനല്ലേ. ZX 4 സിലിണ്ടർ. യെസ്, ഇതും ട്രാക്ക് ബ്രീഡാണ്. ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ. ഓക്കെ, എക്സോസ്റ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ZX 4R കാണുന്നത് നേരിട്ട്. 6R പിന്നെയും കണ്ടിട്ടുണ്ട്, പക്ഷെ 4R ഫസ്റ്റ് ടൈമാണ് ഞാൻ നേരിട്ട് കാണുന്നത്. കാരണം ഇത് ഭയങ്കര റെയറാണ്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞൂടാ. SX ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ കഴക്കൂട്ടത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ 4R ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. വിങ്സൊക്കെ പോയിട്ട് ഒരു H2R ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് പാരഡൈസ് ആയനെ ഇന്ന്. കുഴപ്പമില്ല, നമുക്കൊരു BMW M1000RR ഉണ്ടല്ലോ. ആ ഒരു ഗ്യാപ്പ് നികത്താനായിട്ട് ഒന്നുകൂടി നമുക്ക് പാർക്കിംഗ് ലോട്ടിലോട്ടൊന്ന് പോയി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഒരു ഷോറൂം വിസിറ്റിൻ്റെ വീഡിയോ ആയിട്ട് വന്നതുകൊണ്ട് എന്തായാലും കംപ്ലീറ്റ്ലി ഹാപ്പിയായി. ബിക്കോസ് അതേപോലത്തെ റെയർ ഐറ്റംസ് ആണ് ഇന്നിവിടെ കാണാൻ പറ്റിയത്. അപ്പോൾ ഈ ഒരു റെയർ ഐറ്റംസിൻ്റെ ഫ്രണ്ട് വെച്ച് തന്നെ നമുക്കിന്നൊരു ഔട്ട്ഡോർ കൂടെ എടുക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ഓക്കെ, ബൈ.